ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ടോപ്പ് ഓഫ് എ 45-meter ഹൈ ലൈറ്റ് ഹൗസ് ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ടു ഷിപ്സ് on the opposite side of it are observed to be 30 degree and 60 degree. If the line joining the ships passes through the foot of the lighthouse, find the distance between the ships. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം തന്നെ ഫിഗർ വരയ്ക്കണം. 45-meter ഹൈ ലൈറ്റ് ഹൗസ് ഉണ്ട് അല്ലേ? ഇതാണ് ആ ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 45 meter ആണ് ഇതിൻ്റെ ഹൈറ്റ്. നമുക്കത് എഴുതി വെക്കാം. ഇതിൻ്റെ ഹൈറ്റ് 45 ആണ്. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഗ്രൗണ്ട്, താഴെ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഷിപ്പ് ഉണ്ട്, കേട്ടല്ലോ. ഈ ഭാഗത്തായിട്ട് ഗ്രൗണ്ടിൽ ഒരു ഷിപ്പ് ഉണ്ട്. ഓക്കെ. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് വൺ ഓഫ് ദ ഷിപ്പ് ഈസ് 30 degree അല്ലേ? ഇവിടെ ആയിട്ട് ഒരു ഷിപ്പ് ഉണ്ട്. ഞാനിവിടുന്ന് വാച്ച് ചെയ്യാണ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലിരുന്ന് വാച്ച് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഷിപ്പിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 degree ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വാച്ച് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ വ്യൂ അറിയാമല്ലോ. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഹൊറിസോണ്ടൽ വ്യൂ. ഈ ഹൊറിസോണ്ടൽ വ്യൂവിന് 30 degree താഴേക്ക് വരയ്ക്കുക. ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ഷിപ്പ് 30 degree. ഇവിടെ ഒരു ഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, കേട്ടല്ലോ. S1 എന്ന് പേര് കൊടുക്കാം. S1. അപ്പോൾ മുകളിൽ നിന്ന് വാച്ച് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ഷിപ്പ് 1 30 degree. അതുപോലെ ഇവിടെ വേറൊരു ഷിപ്പ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള ഷിപ്പ് അതിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ്? 60 degree എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതാണ് ആംഗിൾ എന്ന് മനസ്സിലായല്ലോ. ഈ ആംഗിളാണ്. ഈ ആംഗിളാണ് 60 degree. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് 45 meter ആണ്. എന്താണ് വേണ്ടത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ്. S1നും S2നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. ഇതിന് പേര് കൊടുക്കുക. ഈ പോയിന്റിന് ഏന്ന് പേര് കൊടുക്കുക, ഈ പോയിന്റിന് ബി എന്നും പേര് കൊടുക്കുക. ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് അറിയാലോ. നമുക്കറിയാം ഈ ആംഗിൾ 30 degree ആണെങ്കിലേ ഇവിടെ താഴെ വരുന്ന ഈ ആംഗിളും 30 ആയിരിക്കണമല്ലോ. കാരണം ഈ ഡോട്ട് ലൈൻ, ഈ ലൈനും താഴത്തെ ഗ്രൗണ്ടും പാരലലാണ്. അപ്പം ഇങ്ങനെ ഒരു ഇൻക്ലൈൻ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾ സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് 30 ആണെന്നുണ്ടെങ്കിൽ ഇതും 30 ആയിരിക്കണം. അപ്പം ഈ ആംഗിൾ 30 degree ആണ്. അതേപോലെ ഈ 60 degree ആണെങ്കിൽ ഈ ആംഗിൾ 60 ആയതുകൊണ്ട് ഇവിടെ ഉള്ള ആംഗിളും 60 ആയിരിക്കണം. അറിയാമല്ലോ, ഇങ്ങനൊരു ഇൻക്ലൈൻ ലൈൻ കട്ട് ചെയ്തപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിളാണ് ഇതും ഇതും. ഇത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. നമുക്ക് S1ൽ നിന്ന് S2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ട്രയാങ്കിൾ ABS1 കൺസിഡർ ചെയ്യാം. ഏതാണ്? ട്രയാങ്കിൾ ABS1 കൺസിഡർ ചെയ്യാം. നമുക്കതിൽ നിന്ന് BS1 കിട്ടുമല്ലോ. ഇല്ലേ? BS1 കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ BS2 കാണും. എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ tan 30 എന്താണെന്ന് അറിയാമോ? tan 30 degree. tan 30 ഈക്വൽ ടു 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 45 ആണ്. ബൈ അഡ്ജസൻറ്റ് സൈഡോ 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് BS1 ആണ്. tan 30യുടെ വാല്യൂ 1/√3 അല്ലേ? ഇത് 1/√3 ആണെന്ന് നമുക്ക് എഴുതാമല്ലോ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് BS1 × 1 അല്ലേ? BS1 × 1 എന്ന് പറഞ്ഞാൽ BS1 ഈക്വൽ ടു 45√3 എന്ന് വരും. BS1 ഈക്വൽ ടു 45√3, ഇക്വേഷൻ നമ്പർ 1. അവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം. BS1 എത്ര കിട്ടി? 45√3 അല്ലേ? ഇനി അടുത്തത് BS2 കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ ഇവ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABS2 നോക്കാം. ഇനി
ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ ABS2. അവിടെ tan 60 എടുക്കുക. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് 45 ആണ്. അഡ്ജസൻറ്റ് സൈഡ് S2B ആണ്, അല്ലെങ്കിൽ BS2 ആണ് അല്ലേ? ശരിയാണല്ലോ? അതെ. അപ്പോൾ tan 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 60യുടെ വാല്യൂ √3 അല്ലേ? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്താൽ മതി. ശരിയാണല്ലോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? √3 ഇൻറ്റു BS2 അല്ലേ? √3 ഇൻറ്റു BS2 ഈസ് ഈക്വൽ ടു 45, or BS2 ഈക്വൽ ടു √3 അങ്ങോട്ട് പോട്ടെ, 45/√3. ശരിയാണല്ലോ? നമുക്കതിനെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. എങ്ങനെ? 45/√3 നമുക്ക് √3 റാഷണലൈസ് ചെയ്താലോ? അതായത് മുകളിലും താഴെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ന്യൂമറേറ്റർ 45/√3യും താഴെ √3 ഇൻറ്റു √3 3 ആണത്. അതുകൊണ്ട് BS2 എന്ത് കിട്ടി? BS2 ഇവിടെ 45/3 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 15 അല്ലേ? 15/√3 കിട്ടും. അപ്പോൾ നമുക്ക് BS2 കിട്ടിയല്ലേ? 15/√3. നമുക്ക് S2 S1 ആണ് കാണേണ്ടത്. ആ രണ്ട് ഷിപ്പിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് അത് 15/√3 + 45/√3 വരും. 15/√3 + 45/√3 എത്രയാത്? അത് 60/√3 ആണ്. അതായത് 60 ഇൻറ്റു √3യുടെ വാല്യൂ 1.73 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. ഇത് നമ്മളിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം ഇനി. 60 ഇൻറ്റു 1.73 അല്ലേ? 60 ഇൻറ്റു 1.73 ചെയ്ത് കഴിഞ്ഞാൽ 103.8 കിട്ടും. 10.38 മീറ്ററാണ് ആൻസർ.